സ്നേഹസ്വരൂപനാം യേശു, ദിവ്യകാരുണ്യമായോസ്തിയിൽ വാഴുന്ന സ്നേഹസ്വരൂപനാം യേശു, അണയേണമേ എന്നിൽ നിൻ കൃപാമാരിനി ചൊരിയണമേ എൻ്റെ ഹൃത്തിൽ, ദിവ്യകാരുണ്യമായോസ്തിയിൽ വാഴുന്ന സ്നേഹസ്വരൂപനാം യേശു. അനന്തമായ സ്നേഹത്തിൽ നിങ്ങളെല്ലാവരെയും ഈ ദിവ്യമായ സ്നേഹവിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൻ്റെ സ്നേഹം ഒരുക്കിയ ഒരാത്മീയ വിരുന്നാണിത് നമുക്കറിയാം. 1998 എൻ്റെ വിചാരം. കൊച്ചു രൂപതയിലുള്ള തോപ്പുംപടി സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ ഒരു യൂത്ത് റിട്രീറ്റ് നടക്കുകയാണ്. അന്നൊക്കെ വലിയ ആവേശമാണ് യുവജനധ്യാനത്തിന്. ഇടവക തോറും യുവജനധ്യാനം ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ കൃപയാൽ ഒരു 90 മുതൽ ഈ യുവജനധ്യാനം നടത്തുവാൻ കർത്താവ് എന്നെ പ്രത്യേകം അനുഗ്രഹിച്ചിരുന്നു. അങ്ങനെ ആ ഇടവകയിൽ, പരിസരത്തുള്ള ഇടവകയിൽ നിന്നുമായി 500ഓളം യുവജനങ്ങൾ ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കുന്ന അതേ ചിട്ടയിലാണ്. രാവിലെ 7 മണിക്ക് ധ്യാനം ആരംഭിക്കുന്നു, സന്ധ്യ 7 മണിയാകുമ്പോൾ കഴിയുന്നു. താമസത്തിന് മാത്രം വീട്ടിലേക്ക് പോകും, തിരിച്ച് പിറ്റേ ദിവസം അതിരാവിലെ വരുന്നു. അങ്ങനെ ഒരു ധ്യാനമാണ്. അപ്പോൾ ധ്യാനം തുടങ്ങിയ സമയത്ത് 2 സഹോദരിമാർ ഒരു യുവാവിനെ കൊണ്ടുവന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇവൻ ഞങ്ങളുടെ ഏക സഹോദരനാണ്, ഇവൻ മരണഭക്തത്തിലായിരുന്നു, 30 ദിവസം എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ICU ബെഡിലായിരുന്നു. ഇവൻ മരിച്ചെന്ന വാർത്ത നാട്ടിലെങ്ങും പരന്നു. ശവസംസ്കാരത്തിലുള്ള കർമ്മങ്ങൾ ഒരുക്കവും ആരംഭിച്ചതാണ്. അവസാന സമയത്ത് കർത്താവ് ജീവൻ കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ ഈ ഒരു അവസ്ഥയിലെത്തിയത്? അവൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാച്ചോ എന്ന് പറഞ്ഞു. എന്തിനാണ്? അവനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു. ആ സ്നേഹം നീണ്ടു നിന്നില്ല. അവൾ അത് ഉപേക്ഷിച്ചു. ആ നിരാശയിൽ ജീവിക്കണ്ട എന്ന് കരുതി അവൻ ആത്മഹത്യക്ക് ഞരമ്പ് മുറിച്ച്, കുറച്ച് മാരകമായി പോയി, മരിച്ചു പോകേണ്ടതായിരുന്നു. അപ്പോൾ എന്നോട് പ്രത്യേകം പറഞ്ഞു, അച്ഛൻ ഇവനെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ധ്യാനത്തിൽ തുടക്ക സമയത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രാരംഭ നടപടികൾ കുറച്ച് എല്ലായിടത്തും ടെൻഷൻ ഉണ്ടാകും. എങ്കിലും ഞാൻ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു. അവിടുത്തെ സ്കൂൾ ഹാളിലായിരുന്നു ധ്യാനം. വളരെ വീതി കുറഞ്ഞൊരു സ്കൂൾ ഹാളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ദൂരേക്ക് നോക്കെത്താൻ കാണാൻ പറ്റാത്ത ചെറുപ്പക്കാർ. ഇതിൻ്റെ പകുതിയുള്ള ഹാളിൻ്റെ വീതി, ഈ ഹാളിൻ്റെ പകുതിയുള്ളൂ. ഇങ്ങനെ ഇരിക്കുക. എൻ്റെ പ്രസംഗം ഒരു 3/4 ഭാഗമായപ്പോഴേക്കും ഈ കൊണ്ടുവന്ന ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ട് ഓടിക്കരഞ്ഞു വന്ന് സ്റ്റേജിലേക്ക് വന്ന് എൻ്റെ മുമ്പിൽ വീണു. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ അവനിങ്ങനെയാണ് പറഞ്ഞത്, അവൻ അവിടെ ഇരിക്കാൻ സാധിക്കുന്നില്ല, ഹാളിൽ ഇരിക്കാൻ സാധിക്കുന്നില്ല. അവൻ ആ ഗേറ്റ് ചാടി റോട്ടിലൂടെ NH-47, അന്ന് ബൈപ്പാസ് പണിയാത്ത കാലമാണ്, തിരുവനന്തപുരം റൂട്ട് എല്ലാ ബസ്സും ചികറിപ്പാഞ്ഞ് പോകുന്ന സ്ഥലം ആ പള്ളിയുടെ മുമ്പിലുള്ള കൊച്ചു റോട്ടിൽ കൂടെയാണ്. ഇവൻ ഹാർബർ പാലത്തിൽ പോയി ആത്മഹത്യ ചെയ്യാൻ വീണ്ടും ശ്രമിക്കുക. ആ കൈവരിയിൽ പിടിച്ചുകൊണ്ട് അവൻ എടുത്ത് ചാടാൻ ഉദ്യമിച്ചു. പക്ഷേ അവൻ പറഞ്ഞു, ആരോ അവനെ പിടിച്ച് വലിച്ചവിടെ നിർത്തി. രണ്ടാമത് അവൻ്റെ സർവ്വശക്തി എടുത്ത് അവൻ വീണ്ടും കടലിലേക്ക് ചാടാൻ ഒരുങ്ങുമ്പോൾ അപ്പോഴും സാധിക്കുന്നില്ല. 3-ാം തവണ അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ എല്ലാ ശക്തി എടുത്ത് ഞാൻ ചാടിയപ്പോൾ ഒരു സ്വരം ഇങ്ങനെ കേട്ടു, ആൻ്റണി, നിന്നെ എനിക്ക് വേണം. ആ സ്വരം കേട്ടതോടെ പിന്നെ അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അറസ്റ്റ് ചെയ്ത പോലെ ആയിപ്പോയി. അവൻ തിരിച്ച് ആദ്യം നിരാശയോടെ ഓടിയവൻ ഇപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ് കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് അവിടെ നിന്ന് പള്ളിയിലേക്ക് തിരിച്ചോടി. അപ്പോഴും ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. അവൻ ഗേറ്റ് ചാടി അകത്ത് കയറി.
ഒഡിശയിലേക്ക് വന്ന് എന്നോട് ഈ വിവരം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏശയ്യായുടെ പുസ്തകം 43 അധ്യായത്തിന് 1 വാക്യം എത്ര ഹൃദയാഹാരിയാണ്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: But now the Lord who created you, O Israel, says, don't be afraid, for I have ransomed you. I have called you by name. You are mine. നിന്നെ സൃഷ്ടിച്ച കർത്താവ് പരിചയപ്പെടുത്തുന്ന അങ്ങനെയാ. നിനക്ക് ജന്മം നൽകിയ, നിനക്ക് അസ്തിത്വം തന്ന, നിന്റെ ജീവന്റെ ഉറവിടമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റെ സ്വന്തമാണ്. നമ്മളോട് കർത്താവിന് പറയാനുള്ള സന്ദേശം തന്നെയാണ് ഈ അബ്ബൈഡിൻ്റെ ആരംഭത്തിൽ. ഈ പേര് ചൊല്ലി വിളിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മളെല്ലാവരും വളരെ പ്രത്യേകതയുള്ള വ്യക്തികളാണ്. വി ആർ യുണീക്ക്. ചിലപ്പോൾ ചിലരുടെ പേരുകൾ സമാനമായി തോന്നിയേക്കാം, ഒരേ പേരുള്ളവർ കണ്ടേക്കാം, പക്ഷേ ഒരേ പ്രകൃതിയുള്ള ഒറ്റയാളും ഭൂമുഖത്തില്ല. നമ്മുടെ സ്വരം, നമ്മുടെ നടപ്പ്, നമ്മുടെ പ്രവർത്തന രീതികൾ എല്ലാം യുണീക്കാണ്, വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് പേര് ചൊല്ലി വിളിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു പക്ഷേ പ്രത്യേകത തോന്നുകയില്ല. കാരണം ഒരേ പേരുള്ള പലരും കണ്ടേക്കും. പക്ഷേ നമ്മുടെ ആ യുണീക്ക് ഐഡൻറ്റിറ്റിയിലാണ് കർത്താവ് നമ്മളെ സ്വന്തം എന്ന് വിളിച്ചു ചേർക്കുന്നത്. നമുക്ക് ധാരാളം കുറവുകളും പരിമിതികളും ബലഹീനതകളും വീഴ്ചകളും പാപത്തകർച്ചകളും ഉണ്ടായിരിക്കെ തന്നെയാണ് ആ അവസ്ഥയിൽ നമ്മെ നാമായി അംഗീകരിച്ച് സ്നേഹിച്ച് കർത്താവ് വിളിച്ചിരിക്കുകയാണ്. 1996 ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനങ്ങൾ ആരംഭിക്കുന്നത്. 97 മറ്റോ യുവജന ധ്യാനം ആരംഭിച്ചു, ഷാലോ മീറ്റ് എന്ന പേരിൽ. അന്ന് ഈ ധ്യാന കേന്ദ്രം ഇന്നുള്ളതിൻ്റെ 1/4 സൗകര്യം പോലും ഇല്ല. എന്നിട്ട് പോലും മഹാജൂബിലി വർഷം 2000 ആണ്ടിൽ 2350 യുവജനങ്ങൾ ഇവിടെ താമസിച്ച് ധ്യാനിച്ചത് നന്ദിയോടെ കർത്താവിനെ വാഴ്ത്തിക്കൊണ്ട് ഓർക്കുകയാണ്. അതിനുശേഷം 2014 കഴിഞ്ഞപ്പോൾ ഈ യുവജന ധ്യാനം ഒന്നുകൂടെ ഉണർവിലേക്ക് വരുന്നു, എബൈഡ് എന്ന പേരിൽ. ഈ എബൈഡ് എന്ന പേരിനെ പറ്റി പലരും ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ധ്യാനത്തിന് എബൈഡ് എന്ന പേര് വന്നത്? അതിനുള്ള ഉത്തരം ഈശോ പറഞ്ഞു തരും. യോഹന്നാൻ സുവിശേഷം 15 അധ്യായത്തിൽ ഈശോ 9 വാക്യത്തിൽ അതേപ്പറ്റി പറയുന്നുണ്ട്. യോഹന്നാൻ 15:9. ഇത് ശിഷ്യന്മാരോട് മാത്രം പറയുന്നതാണ്. 12 ശിഷ്യന്മാർ, അതും യൂദാസ് പുറത്തിറങ്ങി പോയ ശേഷം കർത്താവിന് ഏറ്റവും സ്നേഹമുള്ള അപ്പോസ്തലന്മാരുടെ ഈശോ പറയുന്ന വാക്കാണിത്: As the Father has loved me, so I have loved you. Abide in my love. ആ കൊച്ചുവാചകത്തിൻ്റെ മൂർച്ചയും ശക്തിയും ഒന്നും നമ്മളൊരു പക്ഷേ തിരിച്ചറിയുന്നില്ല ഇപ്പോൾ. പക്ഷേ ആ ശിഷ്യന്മാരെ ഓർക്കണം, 3 വർഷങ്ങളായി വഞ്ചിയും വലയും കുടുംബവും മാതാപിതാക്കളെയും ബന്ധങ്ങളും എല്ലാം ഉപേക്ഷിച്ചിട്ട് യേശുവിനെ പ്രണയിച്ച്, യേശുവിനെ സ്നേഹിച്ച്, അവന് വേണ്ടി ജീവിതം മുഴുവനായി കൊടുത്തുകൊണ്ടിറങ്ങിയിരിക്കുന്ന ആ 12 പേരോട് പറയുന്ന ഈ ഭാഷ വലിയ സ്നേഹത്തിൻ്റെ ഭാഷയാണത്. As the Father has loved me, so I have loved you. Abide in my love. പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് ഒരു മിസ്റ്ററിയാണ്. അതുകൊണ്ടാണ് ത്രിത്വം ഒരു രഹസ്യമാണ് നമ്മൾ പറയുന്നത്. പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ, അല്ലെങ്കിൽ പുത്രനായ ദൈവം പിതാവായ ദൈവത്തെ, അത് മനുഷ്യ ഭാഷ കൊണ്ട് ഒന്നും ഒതുങ്ങാത്തൊരു സ്നേഹമാണത്. നമുക്ക് ഭാവന കാണാൻ പോലും പറ്റാത്തൊരു സ്നേഹമാണ്. ദൈവത്തിൽ മാത്രമുള്ള സ്നേഹമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ ദൈവത്തെ ഡിഫൈൻ ചെയ്യുമ്പോൾ പറയും, ഗോഡ് ഈസ് ലവ്. ഒരു മനുഷ്യനെ പറ്റി നമ്മൾ പറയുന്നത് ഹി ഓർ ഷീ
ഹാസ് ലവ് എന്നാ പറയുന്നത്. ദൈവത്തെ പറ്റി അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ദൈവം സ്നേഹത്തിൻ്റെ സമ്പൂർണ്ണതയായതുകൊണ്ട് ഗോഡ് ഈസ്. അപ്പോൾ ഈശോ പറയുന്നത് എന്താണ്? പിതാവ് ഈശോയെ സ്നേഹിച്ചതുപോലെ ആസ് ദ ഫാദർ ഹാസ് ലവ്ഡ് മീ സോ ഹാവ് ഐ ലവ്ഡ് യു, അബൈഡ് ഇൻ മൈ ലവ്. ഒരുപക്ഷെ നിങ്ങൾ സുഹൃത്തുക്കളിൽ നിന്ന്, ഞാൻ കുറച്ച് മുമ്പ് കണ്ട ഒരു അപ്പൻ പോകാൻ നേരത്തൊരു വിഷമം അപ്പൻ്റെ മോനെ പറഞ്ഞ് ഇവിടെ കൊണ്ട് ആക്കിയതാണ്. എന്നോടും അദ്ദേഹം പേഴ്സണൽ സംസാരിച്ചിരുന്നു. ചുറ്റിക്കറങ്ങി നടക്കാൻ പോകാൻ പറ്റുന്നില്ല പുള്ളിക്ക്. മകനെ വിട്ടു വരികയാണ് വിഷമം. അവസാനം ബൈ പറഞ്ഞ് എങ്ങനെ അറിയാമോ? ഇവിടെ ഒരു ഉമ്മ കൊടുത്തുകൊണ്ടാണ്. അവനത് വലിയ കാര്യമായിട്ട് എടുത്തായിട്ട് എനിക്ക് തോന്നിയില്ല. പ്രൈസ് അവിടെ ഇരിപ്പുണ്ട്, ആളിൽ പഠിപ്പിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓക്കെ എന്നുള്ള മറ്റൊരു പുള്ളിക്ക് പോകുന്നു. പക്ഷേ അപ്പൻ്റെ ചങ്ക് കിടന്ന് തിളയ്ക്കാനുണ്ട് ആ സമയത്ത്. 4-5 ദിവസം ഈ മകനെ കാണാൻ പറ്റുകയല്ലോ എന്ന് വിഷമമായിരിക്കും. ഈശോ പറയാണ്, ആസ് ദ ഫാദർ ഹാസ് ലവ്ഡ് മീ സോ ഹൗ ഐ ലവ്ഡ് യു, അബൈഡ് ഇൻ മൈ ലവ്. ആ അപ്പൻ്റെ മകനോടുള്ള സ്നേഹം എന്നൊക്കെ പറയുന്നത് ഒരു തുള്ളി വെള്ളവും ദൈവത്തിന്, പിതാവിനായ ദൈവത്തിന് ഈശോയുള്ള സ്നേഹം ഒരു സമുദ്രവും പോലെയാണ്. ആ ഉദാഹരണമാണ് ഈശോ ഉപയോഗിക്കുന്നത്. ആസ് എ ഫാദർ ഹാസ് ലവ്ഡ് മീ സോ ഹാവ് ഐ ലവ്ഡ് യു. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടാൽ പോരാ, ഇത് അനുഭവിച്ചറിയാനുള്ള ഒരു ധ്യാന ശുശ്രൂഷയാണ് ഈ അബൈഡ്. എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കുവിൻ. അപ്പോൾ അപ്പൻ്റെ സ്നേഹം, അമ്മയുടെ സ്നേഹം, ഫ്രണ്ട്സിൻ്റെ സ്നേഹം, കസിൻസിൻ്റെ സ്നേഹിതരുടെ സ്നേഹം ഒക്കെ നല്ലത് തന്നെ. പക്ഷെ അതിനെല്ലാത്തിലും പരിമിതിയുണ്ട്. അതെല്ലാം കണ്ടീഷനിലാണ്, എല്ലാം കണ്ടീഷനിലാണ്. എന്തൊരു സ്നേഹിച്ച് പൊരിഞ്ഞ സ്നേഹത്തോടെ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്ന ഒരു മാസങ്ങൾക്ക് പോലും ആകുന്നതിന് മേലെ ഡൈവോഴ്സ് പെറ്റീഷൻ കൊടുക്കുന്നത്. അത് അനേക വർഷങ്ങൾ പ്രണയിച്ച് എല്ലാ തരത്തിലും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അകം പുറഞ്ഞ് അറിഞ്ഞവരല്ലേ ഏറ്റവും ആദ്യം ഡൈവോഴ്സിന് പരിശ്രമിക്കുന്നത്. രേഖകളിലെ ഡോക്യുമെന്റ്സ് എല്ലാം തെളിയിക്കുന്നത് അങ്ങനെയല്ലേ. അതിൻ്റെ അർത്ഥം അത്രേ ഉള്ളൂ. മനുഷ്യ സ്നേഹം ഏത് തരത്തിലും, അപ്പൻ്റെ ആയാലും അമ്മയുടെ ആയാലും ഏത് തരത്തിലും സ്നേഹമായാലും ഇറ്റ് ഈസ് ലിമിറ്റഡ്. ഇറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് ഹ്യൂമൻ ലവ്. അത്രേ പറ്റുള്ളൂ. പക്ഷേ ആ സ്നേഹമാണ് എല്ലാം എന്ന് കരുതി നമ്മൾ ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ചു. നേരത്തെ ചെറുപ്പക്കാരൻ അങ്ങനെയാണ്. ആ പെൺകുട്ടിയുടെ സ്നേഹമാണ് അവൻ്റെ ജീവിതത്തിന് നങ്കൂരമാകാൻ പോകുന്നതെന്ന് അവൻ തെറ്റിദ്ധരിച്ചു. ആ സ്നേഹം പെട്ടെന്ന് മാറിപ്പോയി, മഞ്ഞുരുകുന്ന പോലെ വെയിലത്ത്. അതിൽ ആശ്രയം വെച്ചതുകൊണ്ടാണ് അവൻ ചാകാൻ തീരുമാനിക്കുന്നത്. അപ്പോഴാണ് കർത്താവ് അവൻ്റെ പേരെടുത്ത് പറയുകയാണ്. ആ സമയത്ത് അവൻ പറഞ്ഞു, ആ ഹാർബർ പാലത്തിൽ അങ്ങോളം ഇങ്ങോളം അവൻ നോക്കി, ഒരൊറ്റ ബസ് കടന്നു പോകുന്നില്ല, ഒരു മനുഷ്യൻ നടന്നു പോകുന്നില്ല. പിന്നെ ആരാണ് ആന്റണി നിന്നെ എനിക്ക് വേണമെന്ന് വിളിച്ചു പറഞ്ഞത്? അവന് വേഗം മനസ്സിലായി, ദൈവമായ കർത്താവല്ലാതെ മറ്റാരും. അതുകൊണ്ടാണ് അവൻ തിരിച്ച്, അല്ലെങ്കിൽ അവൻ വേറെ അടുത്ത പാലത്തെ പോയി ചാകാനല്ല നോക്കേണ്ടത്. അവൻ തിരിച്ച് പള്ളിക്കകത്തേക്ക് ഓടുകയാണ്, ധ്യാനങ്ങളിലേക്ക് വരികയാണ്. അവിടെ 500 യൂത്തിൻ്റെ മുമ്പിൽ നിന്ന് സാക്ഷ്യം പറയുകയാണ്. അതിനുശേഷം എന്ത് ചെയ്തറിയാം ആന്റണി? അവൻ അന്ന് ഇവിടെ ഈ ധ്യാന കേന്ദ്രത്തിൽ നമ്മളിപ്പോൾ അവിടെ ശുശ്രൂഷ നടക്കുന്ന ഹോളൊന്നുമില്ല. അവിടെയൊന്നും വെള്ളക്കെട്ട് മാത്രമേ ഉള്ളൂ, നികത്തി ഭൂമി പോലുമില്ല. അന്ന് അവിടെ ഓല കൊണ്ട് ഉണ്ടാക്കി മേഞ്ഞൊരു ഷെഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ അറ്റത്തായിരുന്നു അടുക്കള. എല്ലാ ദിവസവും 5 മണിക്ക് ഓഫീസ് വിട്ട് വരുന്ന ആന്റണി ഈ അടുക്കളയിൽ വന്ന് അടുക്കളയ്ക്ക് വേണ്ട എല്ലാ ജോലികളും ചെയ്യും. പിറ്റേ രാവിലത്തേക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട അരി മാവരയ്ക്കുക, തേങ്ങ ഉടയ്ക്കുക, തേങ്ങ ചുരണ്ടുക, എല്ലാ പണികളും രാത്രി പാതിര വരെ ചെയ്ത ശേഷം പാതിരാക്കി ചാപ്പലിൽ പോയി മുട്ടുകുത്തും. നേരം വെളുക്കോളം പ്രാർത്ഥിക്കും. രാവിലെ 10 മണിക്ക് ഓഫീസിൽ പോകുന്നതിന് മുമ്പ് 2-3 മണിക്ക് ഉറങ്ങും. അങ്ങനെ വർഷങ്ങളോളം ഈ മകൻ നടന്നായി ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയുന്നത് വരെ നമ്മുടെ ജീവിതം ഒരിക്കലും സ്വസ്ഥതയിലേക്ക് വരികയില്ല. ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങൾ അനേകം പേര് ശരിക്കും നിങ്ങളുടെ ജീവിതം പരിശോധിച്ചാൽ കാണാൻ പറ്റും, യു ആർ നോട്ട് അറ്റ് പീസ്. മനസാക്ഷിയോടെ പരിശോധിച്ച് അറിയാൻ പറ്റും, നിങ്ങൾ സമാധാനം അനുഭവിക്കുന്നില്ല. നിങ്ങൾ അനുഭവിക്കേണ്ടിടത്തോളം സമാധാനം അനുഭവിക്കുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം ഇത് സംഭവിക്കാത്ത, യു ആർ നോട്ട് അബൈഡിങ്, ഓർ വി ആർ, ഞാൻ എന്നെ ഇൻക്ലൂഡ് ചെയ്ത് പറയാം, വി ആർ നോട്ട് അബൈഡിങ് ഇൻ ക്രൈസ്റ്റ്. വിശുദ്ധരുടെ ജീവനെടുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്, ആ ചാപ്പലിൽ കയറിയാൽ നിങ്ങൾ 2 ബ്ലസ്സഡ്സ്, 15 വയസ്സ് 20 വയസ്സുള്ള ബ്ലസ്സഡ്, പുതിയ പള്ളി പണിതപ്പോൾ അവിടെ 2 ചെറുപ്പക്കാരുടെ പടം, പഴയ വിശുദ്ധരൊക്കെ ഇല്ലാഞ്ഞിട്ടൊന്നുമില്ല, ഈ അടുത്ത കാലത്ത് സഭ വാഴ്ത്തപ്പെട്ടവരാക്കി മാറ്റിയ 2 ചെറുപ്പക്കാരുടെ ചിത്രം അവിടെ കാണാൻ പറ്റും.
നീ ശ്രദ്ധിക്കണം. അത് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞില്ലേ, ജീൻസ് ഇട്ട വിശുദ്ധർ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും എന്ന് പറഞ്ഞ കാര്യം, ചെറുപ്പക്കാരിൽ നിന്ന് അനേക വിശുദ്ധരുണ്ടാകും. ഈ എബയുടെ ധ്യാനത്തിൻ്റെ തുടക്കത്തിൽ പരിശുദ്ധമെന്ന സന്ദേശം ഈ കേരളക്കരയിൽ നിന്ന്, ചെറുപ്പക്കാരിൽ നിന്ന് അനേകം വിശുദ്ധരുണ്ടാകാനായിട്ട് പോകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ എബൈഡ് എന്ന ആ പേരിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമ്പോൾ, ക്രിസ്തുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് അതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി ആ സ്നേഹത്താൽ നിറഞ്ഞ് ജീവിതം സന്തുഷ്ടമാക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഏക ഉദ്ദേശം. അതിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് നമ്മെ നയിക്കുകയാണ്. ഇത് ഒരു മാനുഷ്യ പ്രവൃത്തിയെ അല്ലെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞേക്കണം. ഇതൊരു മാനുഷ്യ പ്രവൃത്തിയേ അല്ല. ഇവിടെ കുറച്ച് വൈദികരും സിസ്റ്റേഴ്സും പ്രേക്ഷിതരും നിങ്ങളെ ശുശ്രൂഷിക്കാനും സഹായിക്കാനും ഇവിടെ ഉണ്ടെന്നുള്ളത് ശരിയാണെങ്കിലും, ഇത് അത്യുന്നതനായ ദൈവത്തിൻ്റെ നേരിട്ടുള്ള പ്രവൃത്തിയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മിൽ സംഭവിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് കാര്യമായ ഒരു സഹകരണം വേണം. അപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണമാണ് പരിശുദ്ധ ദൈവമാതാവ്. ഒരു ഇസ്രായേൽ പുത്രി, 13 വയസ്സ് പ്രായം ഏകദേശം. മറ്റേത് പെൺകുട്ടിയെ പോലെ ദൈവത്തിൻ്റെ നിയമങ്ങളും ദൈവത്തിൻ്റെ കൽപ്പനകളും എല്ലാം പ്രധാനപ്പെട്ടതായി കരുതി ഭക്തയായി ജീവിക്കുന്ന ഒരു സാധാരണ ഇടവകയിൽ പെൺകുട്ടിയെപ്പോലെ പെൺകുട്ടി. ആ മറിയത്തിൻ്റെ അടുത്ത് മാലാഹ വന്ന് അറിയിക്കുന്നത് വാർത്ത നമുക്കറിയാം. നമ്മൾ മംഗള വാർത്ത എന്നാണ് പറയുന്നത്. മംഗള വാർത്ത, അനൗൺസിയേഷൻ ഇംഗ്ലീഷ്. എന്താണ് അനൗൺസ് ചെയ്തത്? ദൈവം ലോകത്തെ രക്ഷിക്കുവാൻ നിന്നെ ഉപകരണമാക്കാൻ പോകുന്നു. ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ ദൈവം 13 വയസ്സുള്ള നിന്നെ ഒരു ഉപകരണമാക്കാൻ പോകുന്നു. ആർ യു റെഡി? പരിശുദ്ധ കന്യകാമറിയം പറഞ്ഞ വാക്ക് നമുക്കറിയാം അല്ലേ? എന്താ പറഞ്ഞത്? ഇതാ ഞാൻ. എന്താ എല്ലാവരും പറഞ്ഞത്? ഇതാ ഞാൻ. എന്താ മറുപടി പറഞ്ഞത്? ഇതാ ഞാൻ. മാതാ പറഞ്ഞ മറുപടി എല്ലാവരും ഒക്കെ പറഞ്ഞ ഇതാ ഞാൻ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നീ പറഞ്ഞത് പോലെ നടക്കട്ടെ. അപ്പം ആ വാക്കിൽ ഒരു സമ്പൂർണമായ അടിയറ വയ്ക്കലുണ്ട്. മനുഷ്യന് 2 ഫാക്കൽറ്റീസാണ് ഉള്ളത്, ഇൻ്റലക്റ്റ് ആൻഡ് ഫ്രീ വിൽ. മറ്റ് ജന്തുക്കളിൽ നിന്ന് മനുഷ്യനെ പ്രത്യേകം വേർതിരിക്കുന്ന അടയാളം ഇത് തന്നെയാണ്, ഇൻ്റലക്റ്റ് ആൻഡ് വിൽ. ബൈ ഇൻ്റലക്റ്റ് വി നോ ദ ട്രൂത്ത് ആൻഡ് ബൈ വിൽ വി ചൂസ് ദ ട്രൂത്ത്. മനുഷ്യദൈവം ബുദ്ധി തന്നിരിക്കുന്നത് ദൈവത്തെ അറിയാനും സത്യം അറിയാനും വേണ്ടിയാണ്. മനസ്സ് തന്നിരിക്കുന്നതോ നന്മ അല്ല സത്യം അല്ല അതിൻ്റെ പൂർണ്ണതയായ ദൈവത്തെ സ്വതന്ത്ര മനസ്സോടെ സ്വീകരിക്കാൻ വേണ്ടിയാണ്. അപ്പം കന്യകാമറിയത്തിന് മുമ്പിൽ ദൈവം തൻ്റെ രക്ഷാകര പദ്ധതി അവതരിപ്പിച്ചിട്ട് പറയുകയാണ്, ഇതാണ് ലോകത്തെ രക്ഷിക്കാനുള്ള എൻ്റെ പദ്ധതി, നീ അത് സഹകരിക്കാമോ? സോ പരിശുദ്ധ മറിയം ആ ദൈവികമായ ബുദ്ധി ഉപയോഗിച്ച് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കുന്നു, അത് ദൈവത്തിൻ്റെ ആവശ്യമാണ്, ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കുന്നു. എന്നിട്ട് മറിയത്തിന് ഫ്രീഡം ഉണ്ട്. മറിയം എന്ത് ചെയ്തു? ഷീ കുഡ് ഹാവ് റിജക്റ്റഡ് ഇറ്റ്. ഇല്ല, അതിൻ്റെ വരുംപരായികൾ അപ്പം തീർച്ചയായിട്ടും അറിയാം. യവസേ പിതാവ് ഉടനെ ഡൈവോഴ്സ് ചെയ്യാൻ ശ്രമിക്കും. നാട്ടുകാരും വീട്ടുകാരെല്ലാം ദുരാരോപണം നടത്തും, ദുർവ്യാഖ്യാനം ചെയ്യും, പീഡിപ്പിക്കും, ചിലപ്പോൾ കല്ലെറിഞ്ഞ് കൊല്ലും. ഇതൊക്കെ ഉണ്ടായിട്ടും മറിയം പറയുകയാണ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. പ്രിയപ്പെട്ടവർ, നമുക്ക് ഈ ബൈഡൻ്റെ ഇപ്പോൾ മുതൽ എപ്പോഴും ഈ കാര്യം ഓർക്കാം. എന്താണ്? സെൻറ്റ് അഗസ്റ്റിൻ പറഞ്ഞ വാക്കാണിത്. ഗോഡ് ഹൂ ക്രിയേറ്റഡ് യു വിത്തൗട്ട് യു വിൽ നോട്ട് സേവ് യു വിത്തൗട്ട് യു. നിന്റെ സഹകരണമില്ലാതെ ആണ് ദൈവം നിന്നെ സൃഷ്ടിച്ചതെങ്കിലും നിന്നെ പുനഃസൃഷ്ടിക്കാൻ അല്ല നിന്നെ രക്ഷിക്കാൻ നിന്റെ സഹകരണം ദൈവത്തിന് കൂടിയേ തീരൂ. അതുകൊണ്ട് എബയുടെ ധ്യാനത്തിൽ വളരെ ചിട്ടയോടെ നമുക്ക് പങ്കെടുക്കാം. നമ്മൾ സംസാരമെല്ലാം പരസ്പരമുള്ള സംസാരമെല്ലാം ഒഴിവാക്കുന്ന
അതിൽ തെറ്റായതുകൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദിവ്യസ്വരം കേൾക്കേണ്ടതിന് നാം ശാന്തരായിത്തീരും. ഈ ദിവസങ്ങളിൽ ഇവിടെ മൗനം പാലിക്കും, പ്രാർത്ഥനയിലായിരിക്കും. ഇവിടെ 2017 നടന്നൊരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ ഈ ചെറിയ പ്രവചനം അവസാനിപ്പിക്കുകയാണ്. 2017 ഇവിടെ ഗ്രാൻഡ് അബൈഡ് നടക്കുകയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്ന് ധാരാളം യുവജനങ്ങൾ വന്നിട്ടുണ്ട്. 2500ഓളം പേരാണ് ആ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ദിവസം വൈകുന്നേരം 7 മുതൽ 8 വരെ സമയത്ത് റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറ് ഒരു ക്ലാസ് എടുക്കുകയുണ്ടായി. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം ഞങ്ങളും വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഈ 2500 യുവതി യുവാക്കന്മാർ ഭക്ഷണശാലയിലേക്ക് പോകണം. ഒന്നാം ദിവസം ഒരക്ഷരം ആരും മിണ്ടുന്നില്ല. ആ സമയത്ത് ഇവിടുത്തെ പ്രേക്ഷിതർ ഈ യുവജനങ്ങൾ നടന്ന് ഊട്ടുശാലയിലേക്ക് പോകുന്ന വഴിക്ക് ഇരുവശത്ത് മണ്ണിൽ മുട്ടുകുത്തി എന്ന് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കൂടെ ഈ 2500 യുവജനങ്ങൾ മന്ദം നടന്ന് ലൈനായി നടന്ന് ഊട്ടുശാലയിലേക്ക് പോയപ്പോൾ ജസ്റ്റിസ് കുര്യൻ ജോസഫ് എൻ്റെ കയ്യെ കയറി ബലമായി പിടിച്ചു. അദ്ദേഹത്തെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ണീരും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ എന്താന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അച്ഛാ ഞാൻ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ സ്പിരിച്വൽ കോൺഫറൻസ് ധാരാളം പോകുന്ന ഒരാളാണ്. പക്ഷെ ഇന്ന് ആദ്യമായിട്ടാണ് ഈ ധ്യാനത്തിൻ്റെ ഒന്നാം ദിവസം തന്നെ ഇത്രയും വലിയൊരു യുവജന സമൂഹം ആരുടെയും പ്രത്യേകിച്ചൊരു നിയന്ത്രിക്കലോ ഒരു നിർബന്ധിക്കലോ ഇല്ലാതെ ഒരക്ഷരം പോലും മിണ്ടാതെ പ്രാർത്ഥനാപൂർവം ഇങ്ങനെ നടന്നു നീങ്ങുന്ന കാഴ്ച എന്നെ രോമാഞ്ചം കൊള്ളിച്ചു. അതുകൊണ്ട് ഞാൻ കരഞ്ഞു പോയതാണ്. അതിന് കാരണം അറിയാമോ? നിങ്ങളെ ഇവിടെ വന്നപ്പോൾ ഒരു പൂ തന്ന് സ്വീകരിച്ചു. അന്നൊന്നും പൂ കൊടുത്തില്ല ആർക്കും. പക്ഷേ അത് ആരാ തന്നതെന്നറിയാം? ഈശോയാ തന്നത്. അതിൻ്റെ ആ കവാടം മുതൽ നിങ്ങളിവിടെ നിൽക്കുന്ന സ്ഥലത്തെല്ലാം ഈശോ ഉണ്ട്. ഈശോ ഇവിടെ നിൽക്കുകയാണ് എല്ലാ സമയത്തും. ഈ ഹോളിലെ ചിത്രം ആദ്യം തയ്യാറാക്കിയ ആദ്യത്തെ ബൈഡിന് വന്ന മുഴുവൻ യുവതി യുവാക്കന്മാരും പറഞ്ഞത് ഈശോയുടെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ട് ഇറങ്ങിപ്പോകാൻ തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ആ ചിത്രകാരനെ ചെയ്തപ്പോൾ അങ്ങനെ ടച്ചിങ് ആയി ചെയ്തത്? ഈശോയുടെ പ്രത്യേകം ഉദ്ദേശിച്ചത് കൊണ്ടാണ്. തൊട്ടടുത്ത മാതാവിൻ്റെ ഒരു പുതിയ പള്ളിയാണ്. അവിടെ ചെന്നെന്ന് പറയാം, അവിടെ മാതാവ് നേരെ നോക്കി നിൽക്കുന്ന അനുഭവമാണെന്ന് പറയും. എന്തുകൊണ്ടെന്നറിയാം പ്രിയപ്പെട്ടവരെ? എല്ലാ ലക്ഷ്യം ഏശയ്യ 43:1 എന്താണ്? ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റെ സ്വന്തമാണ്, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇത് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ദൂരം നിങ്ങൾ ജീവിതത്തിൻ്റെ നിങ്ങൾ അന്ധവിശ്വാസം വലിക്കുന്നവരെയും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും. നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചു കഴിഞ്ഞു. അബൈഡിലേക്ക് നീ ആദ്യമായി കാലുകുത്തി ഈ നിമിഷം മുതൽ യു ആർ ഗോയിങ് ടു അബൈഡ് ഇൻ ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. സ്നേഹം